ഹലോ. ഇന്ന് ഞാനൊരു പുതിയ ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഈ വള കണ്ടോ? ഈ വള കണ്ട എത്ര പേർക്ക് റെസിനാണെന്ന് തോന്നുന്നു? തോന്നുകയാണെങ്കിൽ കമൻറ്റിൽ പറയണേ. കാരണം ഇത് റെസിനല്ല, ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് എടുത്തേക്കുന്ന ഒരു തിക്കായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. എനിക്ക് സാധാരണ ബോട്ടിൽ കിട്ടിയില്ല. ഇത് ഇച്ചിരി കഷ്ടമായിരുന്നു എനിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ബോട്ടിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഈ ടൂൾ കൊണ്ടൊന്ന് അതിനെ പോക്ക് ചെയ്തിട്ട് സിസേഴ്സ് കൊണ്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുകയാണേ. ഇതെനിക്ക് കട്ട് ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു. നല്ല ഡിഫിക്കൽട്ടി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള ബോട്ടിലാണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ ബോട്ടിൽ കിട്ടുമല്ലോ. ഈ ലഹർ സോഡയുടെ ബോട്ടിൽ, പിന്നെ പെപ്സി, അതിൻ്റെയൊക്കെ ബോട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിരുന്നു. ഞാൻ നല്ല കഷ്ടപ്പെട്ടു. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചിങ്ങനെ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. നിങ്ങൾക്ക് തിന്നായിട്ടുള്ള ബോട്ടിലാണെങ്കിൽ അതിന് ഫിനിഷിങ് ഉണ്ടാവും. അത് കറക്റ്റായിട്ടൊന്ന് നമ്മൾ ഇച്ചിരി പേഷ്യൻസ് വേണം, ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് വലിയ ഭാരിച്ച ജോലിയൊന്നുമല്ല കേട്ടോ. ഇത് ഈസിയാണ് ചെയ്യാം, ആർക്കും ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു വന്നത്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എങ്കിലും ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇതിപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ സൈഡിൽ എഡ്ജസിലൊക്കെ കുറച്ചിങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് അത് കട്ട് ചെയ്ത് മാറ്റി. നല്ല ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് യൂസ് ചെയ്താലേ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് സൈഡ് എഡ്ജസ് ഒക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യണേ. ക്ലീൻ ചെയ്തു. ഇനി ഞാൻ ഇവിടെ അക്രിലിക് പെയിന്റ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഇൻസൈഡ് പോർഷനിൽ അകത്തുള്ള ഭാഗത്തേക്ക് ഞാൻ എന്ത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ റാൻഡം ആയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പെയിന്റ് ചെയ്ത്, എനിക്ക് തോന്നിയത് ഞാൻ പെയിന്റ് ചെയ്തെടുത്തു. എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ഡിസൈൻസ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് ഒരു അക്രലിക്കിൻ്റെ മെറ്റാലിക് കളർ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഈ അക്രലിക് പെയിന്റ് ഞാൻ എടുത്തേക്കുന്നത് ബ്രസ്റ്റോ ബ്രാൻഡ് എടുത്തേക്ക്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വാട്ടർ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വാട്ടർ കളർ ഷെയ്ഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് വൈറ്റ് അക്രലിക് കൊടുക്കുമ്പോൾ അതൊരു വേറെ ഡിസൈനായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കാം. ഇത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പെയിൻറ്റ് ചെയ്തിട്ട് ഈ പെയിൻറ്റ് നിങ്ങൾ കുറച്ച് ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. ഈ വെറ്റായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ എങ്കിലും നമ്മുടെ കയ്യിലൊക്കെ ആയിട്ടേ ഇതിൻ്റെ പുറത്തോട്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഡ്രൈ ആവണത് വരെ വെയിറ്റ് ചെയ്യണം. അത് കുറച്ച് സമയം മതി, കുറച്ച് മിനിറ്റ്സ് മതി ഡ്രൈ ആവാൻ. ഞാൻ ഇതിന് വന്നിട്ടൊരു മെറ്റാലിക് ഷെയ്ഡും ബ്ലാക്കും ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അതാ എനിക്ക് മെറ്റാലിക് കളർ ഇഷ്ടമാണ്. എൻ്റെ ഇത് ഡ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു അയൺ ബോക്സ് എടുക്കുക. ഞാൻ ഇവിടെ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറോ, നിങ്ങൾക്ക് ആ പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിനി അയൺ ബോക്സ് എടുക്കുന്നു. ഇത് വന്നിട്ട്
വളരെ ലോ ആയിട്ടുള്ള ഹീറ്റിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബട്ടർ പേപ്പർ ഈ അയൺ ബോക്സിൻ്റെ മേളിൽ വെക്കാൻ പോവാം. എന്നിട്ട് അതാവുമ്പോൾ പെയിൻറ്റ് നമ്മുടെ അയൺ ബോക്സിൽ സ്റ്റിക്കാവില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നതല്ലേ, അപ്പോൾ അയൺ ബോക്സും ചീത്താക്കണ്ട. ഞാനത് കവർ ചെയ്തിട്ട് ഈ വളകൾ മെല്ലെ അതിലേക്ക് വെക്കാൻ പോവാണ്. ചെറിയ ചൂടാട്ടോ. ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക. ഇത് ഭയങ്കര ചൂടാവുമ്പോഴേ ചിലപ്പം ഒരു ചുരുങ്ങാൻ ഇത് വളരെ ഇങ്ങനെ എന്താ പറയുക, വേറെ ഷേപ്പ്ലെസ് ആവാൻ സാധ്യതയുണ്ട്. അതാകുമ്പോൾ ഇങ്ങനെ ചെറിയ ചൂടിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ കറക്കി എടുത്താൽ മതി. ഇങ്ങനെ വെച്ചിരിക്കരുത്. ഞാൻ ചെയ്യും പോലെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ താഴെ വെക്കുന്നതെന്ന് വെച്ചാൽ നല്ല ചൂടാവും, നമുക്ക് ഉടനെ അപ്പുറ സൈഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ ഞാൻ വേറെ വള എടുത്ത് ചെയ്തിട്ട് ഇതിനെ പിന്നീട് ആ സൈഡ് ചെയ്യും. ഇങ്ങനെ മെല്ലെ അയൺ ബോക്സിൻ്റെ മേലിൽ വെച്ച് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വലയുടെ എഡ്ജസ് വന്നിട്ട് നല്ല ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക്. ഇത് കുറച്ച് പേഷ്യൻസ് വേണം ചെയ്യാൻ. നിങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യണം. ചൂട് കൂട്ടി വെച്ചാൽ വള ഇല്ലാണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വെന്റിലേഷൻ ഉള്ള ഏരിയയിൽ വേണം ഇരുന്ന് ചെയ്യാൻ. അടഞ്ഞ ക്ലോസ്ഡ് റൂമിലിരുന്ന് ചെയ്യരുത്, അടഞ്ഞ മുറിയിലിരുന്ന് ചെയ്യരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ വേറെ കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയാണ്. ആൾക്കാർ എന്നോട് ചോദിക്കും റെസിനാണോ എന്താണ് എന്ന്. അപ്പോൾ എന്തായാലും ഞാൻ കരുതി നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാം. കാരണം വെറുതെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റൽ ബാംഗിൾസൊക്കെ മേടിക്കാം. എങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിടുമ്പോൾ അതിൻ്റെ സന്തോഷം അതൊരു വേറെ തന്നെയാണ് കേട്ടോ. പെർഫെക്ഷൻ ആവില്ല ചിലപ്പോൾ, അതും പെർഫെക്ഷൻ ഇല്ലാത്തതും ഒരു ഭംഗിയാണ്. അതാ ഹാൻഡ് മെയ്ഡിൻ്റെ ഒരു സുഖം. വീട്ടിൽ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വൽസ് മേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ക്രാഫ്റ്റ്സ് ചെയ്ത് കാണിക്കാം. ഇത് അതിലൊന്നാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാംഗിൾ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നില്ലേ, അതൊരു വലിയ കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വളയുടെ എഡ്ജസ് ഒക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബാംഗിൾ മാത്രം എനിക്ക് ഇച്ചിരി ഒന്ന് ഷേപ്പ്ലെസ് ആയി, കാരണം ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. അത് നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതൊന്നും എൻ്റെ കൈകൾക്ക് പാകമല്ല, ഇച്ചിരി വലിയ ബോട്ടിലാണ്, എനിക്ക് ചെറിയ ബോട്ടിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ, വെറുതെ കളയണ്ടല്ലോ ബോട്ടിൽ. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനിയും ഇതുപോലത്തെ കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസായിട്ട് ഞാൻ വരാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപ്പെടുന്നത് ഉങ്ങൾ ഞാൻ. ബൈ.